ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഇന്നലെ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതും കൂടി പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അത് പുറമേ ആളുകൾ കാണിക്കാത്തതാണ്. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടാണ് ഇരിക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഫാമിലിയിൽ കുറേ പേർക്ക് ആർക്കും അറിയില്ല കേട്ടോ, നമ്മളിങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വരുത്തിട്ടാ. നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ഇത്. നമ്മളെ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇത്. നമ്മൾ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയയിലാണ് കേട്ടോ. പറമ്പ് നിറയെ പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ട്. ഇതാ മരങ്ങളും എല്ലാതും നിറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നോട്ട് തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. കുളം നിറഞ്ഞിട്ട് ഒഴുകിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ വീട് വെച്ചിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇക്കാൻ്റെ 3 പെങ്ങന്മാരുണ്ട് കേട്ടോ. അവർ 4ാമത്തെ ആളാണ് ഇക്ക. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടുമ്പോഴും മക്കളും എല്ലാവരും കൂടുമ്പോൾ എപ്പോഴും കുളത്തിൽ ആളായിരിക്കും. കുട്ടികൾ ചാടിയിട്ടും കുളിച്ചിട്ടൊക്കെ. പിന്നെ അയൽവാസിൽ നിന്നൊക്കെ കുട്ടികൾ വരലുണ്ട്. ഇപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ കുട്ടികളല്ലാതെ ഇറക്കലുമില്ല കേട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ട് ഭാഗമാണ് ഇത്. ഫ്രണ്ട് ഭാഗവും ഇതുപോലെ ഞാൻ എന്തെങ്കിലും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരം നല്ല പച്ചപ്പ് നിറഞ്ഞതോ നല്ല കളറുകളുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണിന് നല്ല കുളിർമയുണ്ടാകും. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ബാക്ക് ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നല്ലൊരു വ്യൂ ആയിരിക്കും കണ്ണിന്. ഈ നമ്മളെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കണ്ണുകൾക്ക് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. കുറച്ച് കൂട്ടുകാരൊക്കെ പറയലുണ്ട് കേട്ടോ, നിങ്ങൾ മുറ്റം കാണാനും പരിസരം കാണാനൊക്കെ ഭംഗിയുണ്ട് എന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയും നല്ല സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ആ വീടിൻ്റെ ഏറ്റവും സൗന്ദര്യം എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് പരിസരങ്ങളിലും കാര്യങ്ങളിലൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് കുറച്ച് പച്ചപ്പും കാര്യങ്ങളിലൊക്കെ ഉള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമുക്ക് നല്ലതാണ് കേട്ടോ. അല്ലാതെ ഒരു വലിയ വീടുണ്ടാക്കി അതിൽ കുറേ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വൃത്തിയില്ലാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിന് സൗന്ദര്യം ഉണ്ടാവില്ല, ബർക്കത്തുണ്ടാവില്ല. എനിക്ക് അങ്ങനെയൊക്കെ തോന്നൽ. അപ്പോൾ നമ്മൾ ഇതാ രാവിലെ ജസ്റ്റ് സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾ സോഫയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കഴിക്കലുണ്ട്. ടി വി ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും കുറിക്കാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കഴിക്കലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉറുമ്പ് കാര്യമൊന്നും വരണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ എന്നും അതുപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എന്നും ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് അടക്കി ഒതുക്കി പെറുക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടുള്ള ഒരു ക്ലീനിങ് കിട്ടുക. അങ്ങനെ നമ്മൾ വീടൊന്ന് ഒതുക്കി വെക്കണം നീറ്റ് ഉടനെ തന്നെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കാര്യം കയറി വന്നാലും നമുക്കൊരു ടെൻഷനില്ല. എന്തെങ്കിലും നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പരന്നെടുക്കണമെങ്കിലൊക്കെ അപ്പം തന്നെ അത് റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സാധനങ്ങളൊന്നും പരന്നെടുക്കാതെ പിന്നെ അങ്ങനെ ചെയ്യട്ടോ. പിന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ മുകളിലുള്ളൊരു എന്നും അടിച്ചു വരുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ ഈ സ്റ്റെപ്പ് എന്തായാലും ഒന്ന് അടിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ പൊടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞണ്ട് റോസ്റ്റും ഉണ്ട്. ഞണ്ട് റോസ്റ്റ് ഞാൻ അവിടെ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചോറും കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് ചോറ് കുക്കറിൽ അങ്ങനെ വെക്കണതും അല്ലെങ്കിൽ അങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ റൈസ് കുക്കറിൽ അങ്ങനെ ഒന്ന് വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടം. ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ. പിന്നെ കുറച്ചൊരു സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കും. കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും. എനിക്ക് ഈ ചപ്പാത്തി കുഴക്കാൻ അല്ലെങ്കിൽ ചപ്പാത്തി പരത്താൻ അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പണികളും എനിക്ക് കിച്ചൺ പണികളും അറിയില്ലായിരുന്നു. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പഠിച്ചെടുത്തത് കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മ എന്നെ പഠിക്കാൻ വിടുമ്പോൾ ലഞ്ച് ബോക്സ് എൻ്റെ ബാഗിൽ വരെ വെച്ച് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഉമ്മയെന്ന്. അപ്പോൾ എനിക്കൊരു പണിയും പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പഠിച്ചത്. ഇതിങ്ങനെ ചപ്പാത്തി പരത്തുമ്പോഴും അല്ലെങ്കിൽ പത്തിരിയൊക്കെ പരത്തുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവം എന്നിങ്ങനെ ആലോചിച്ചിട്ട് കുറേ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതൊക്കെ പഠിച്ചെടുത്തത്.
അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മളെല്ലാ കിച്ചൺ പണികളും പഠിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കുക്കിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ക്ലീനിങ്ങിനോട് എനിക്ക് മുന്നേ തന്നെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. കല്യാണത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ കിടക്കണ ഭാഗമായാലും ഒരു ബെഡ്ഷീറ്റ് ചുളിയുകയോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ റൂമിൽ ഒരാൾ വരുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ ബെഡിൽ വേറൊരാൾ കിടക്കുന്നത് ഇഷ്ടമുണ്ടായില്ല. അത്രയും ഒരു ഇഷ്ടമുള്ള ഒരു വൃത്തിനോട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ സ്റ്റെയറിൻ്റെ അടുത്തുള്ള റൂമാണ്. അപ്പോൾ ഈ റൂമിലാണ് ഉമ്മ കിടക്കലുണ്ട്. അപ്പോൾ ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മായിമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടെങ്കിലൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അമ്മ, അതാണ് ഒരു വാക്കറുമലാണ് ഉമ്മ അങ്ങനെ നടക്കൽ. കൂടുതലും കിടക്കൽ തന്നെയാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ വരും, ബാത്റൂമിൽ പോകും. അൽഹംദുലില്ലാ അത് കുഴപ്പമില്ല. അതിന് രണ്ടിനും വരും കേട്ടോ. അതന്നെ നമുക്ക് വലിയതല്ല. അവരെ കാര്യങ്ങൾ അവർ പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ഉമ്മ കെടുക്കണത്. അപ്പോൾ നമ്മളിനി ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണി ആകുമ്പോൾ പണി എളുപ്പം കഴിയുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഉമ്മാക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് പണി ഈസിയാണ്. ഇഷ്ടപ്പെട്ടൊരു ഫുഡ്, കുറേ കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെമ്മീൻ ബിരിയാണി, പിന്നെ എൻ്റെ വീട്ടിൽ കുറേ ചെമ്മീൻ ബിരിയാണി ഉണ്ട്, പിന്നെ കുറേ മന്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. മന്തി ചെമ്മീൻ ബിരിയാണി ഇത് എനിക്ക് ഭയങ്കര ഈസിയാണ്, പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഓയിലും നെയ്യും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാമല്ലോ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്താ ചിന്തിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അത് വെജിറ്റബിൾസ് കഴുകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കഴുകിക്കണോ, മീൻ കഴുകിക്കണോ, അതൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടെ ഞാൻ എന്ന് കരുതി അത്യാവശ്യ ഘട്ടങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കില്ല. പുറത്തുനിന്ന് കഴിക്കലുണ്ട്, പക്ഷേ ഈ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരും കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ കഴിക്കാനും തോന്നില്ല. പക്ഷേ നമ്മളെ വീട്ടിൽ നമ്മൾ എന്തുണ്ടാക്കി കഴിക്കുമ്പോഴും നല്ല സമാധാനത്തോടു കൂടി കഴിക്കാമല്ലോ. പിന്നെ ചിന്തിക്കൽ ഞാൻ ഹോട്ടലിലത്തെ കിച്ചൺ എങ്ങനെ ആയിരിക്കും, ഏത് റെസ്റ്റോറൻ്റ് ആയാലും അതിൻ്റെ കിച്ചൺ എങ്ങനെ ആയിരിക്കും എന്നാണ് കേട്ടോ. പുറമേ നമുക്ക് നല്ല രസത്തിൽ വെച്ച് വിളമ്പി തന്നാലും ഉൾഭാഗം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ചിന്തിക്കും. കിച്ചൺ വൃത്തിയുള്ളതാണോ എന്നൊക്കെ ചിന്തിക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും വീഡിയോസിൽ ഇങ്ങനെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം ജീവിതത്തിൽ ദുഃഖങ്ങൾ അറിയാത്തവർക്ക് എന്തും പറയാമെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് വിചാരിച്ച് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയണം, ഷെയർ ആക്കണം എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറയണത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ നമുക്ക് എൻ്റെ ഫാമിലിയിലായാലും ആരായാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സുഖമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കരുതുട്ടാ. അൽഹംദുലില്ലാ ഇപ്പോൾ എനിക്കൊരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാൻ വീഡിയോസിൽ പറയലുണ്ട്. പക്ഷേ ഒരുപാട് വിഷമങ്ങൾ ഈ പ്രായം കൊണ്ട് ഞാൻ അനുഭവിച്ച് വന്ന ഒരാളാണ്. അത് മെയിനായിട്ട് നമുക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഉപ്പാനും ഉമ്മാനും ഒരു ബ്രദറും ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു 3 വർഷം കൊണ്ട് 3 പേര് നഷ്ടപ്പെട്ട ഒരു ആളാണ് ഞാൻ കേട്ടോ. എൻ്റെ വ്യത്യാസത്തിലാണ് പോയിട്ടുള്ളത്. ഇന്നും എനിക്ക് ഓരോ ദിവസവും ഞാൻ അവരെ ഓർക്കാത്തതും കണ്ണീര് വാർക്കാത്തതായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ തീരാ നഷ്ടങ്ങളാണ് കേട്ടത്. അത് ബ്രദറിന് പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ വന്നതാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കിഡ്നി. അങ്ങനെ പിന്നെ ഒരു വർഷത്തിന് ശേഷം ഉമ്മ ബാത്റൂമിൽ വീണതാണ്. അതിനാൽ ഉമ്മയും കിടപ്പിലായി. ഒരു വർഷത്തെ ചികിത്സേൻ്റെ ശേഷം ഉമ്മയും പോയി. പിന്നെ നമ്മളെ കഴിഞ്ഞ കൊറോണയിൽ ഉപ്പാക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കൊറോണ പോയിട്ടാ. അങ്ങനെ 3 പേരെ ഒരുമിച്ച് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും നിസ്കരിക്കുമ്പോൾ 5 നേരത്തെ നിസ്കാരത്തിലും ഞാൻ ആദ്യം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എനിക്കുണ്ടാവല്. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. എല്ലാവർക്കും ഉള്ളതാണ് മരണം എന്നുള്ളത്. എന്നാലും അത് നമ്മളെ സ്വന്തക്കാർ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ദുഃഖം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാം. പിന്നെ നമ്മളെ വീടൊരുക്കിയിട്ടും അതുപോലെ ഗാർഡനിങ്ങും അതിലൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ വിഷമങ്ങളെ മറക്കാനുള്ള ഒറ്റ പോകാൻ വഴി എന്നുള്ളത്, നമ്മളെക്കാട്ടി കഷ്ടത അനുഭവിക്കുന്നത്, ദുരിതം അനുഭവിക്കുന്നവർ എത്രയോ ഭൂമിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. അതൊക്കെ അങ്ങോട്ട് താഴെഘട്ടത്തിലേക്ക് നമുക്ക് നോക്കിയാൽ മതി. മുകളിലേക്ക് നമുക്ക് ഒരിക്കലും ചിന്തിക്കണ്ട. നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടും കിട്ടാനില്ലാത്തതിനെ കുറിച്ചിട്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമങ്ങളെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഉള്ളതിനെ കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കട്ടെ. നമുക്കതുണ്ടല്ലോ ഇതുണ്ടല്ലോ നമുക്ക് ചിന്തിക്കാം. അപ്പം നമുക്ക് നല്ല സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് താനെ
വരും. പോസിറ്റീവായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീടില്ലാത്തവരുണ്ടാവും, കടം അനുഭവിക്കുന്നവരുണ്ടാവും, രോഗങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, എല്ലാതും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ അല്ലെങ്കിൽ പഠിച്ച റബ്ബ് നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. എല്ലാ റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിയിട്ട് നമുക്ക് സമാധാനം കണ്ടെത്തട്ടെ. നമ്മളെക്കാട്ടി ദുരിതമനുഭവിക്കുന്നവരേക്ക് നമുക്ക് നോക്കാം. ഇത് ഞാൻ സ്റ്റോർ റൂമിൽ ഒരു വാൾപേപ്പർ ഒട്ടിക്കുകയാണ് PVCൻ്റെ. അപ്പോൾ ഞാൻ ഒരു റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെ സ്റ്റോർ റൂമിലെ റാക്കിൻ്റെ മുകളിൽ ടൈലിട്ടിട്ടുണ്ടായില്ല, പെയിൻ്റാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും അതിൻ്റെ പെയിൻറ്റുകൾ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു വാൾപേപ്പർ ഒരു റോള് വാങ്ങിയിട്ട് എന്താണ് അവസ്ഥ നോക്കിയതിന് ശേഷം ബാക്കി കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാൻ കേട്ടോ. അത് ഫുള്ള് വെച്ചതിന് ശേഷം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിക്കാമല്ലോ. പിന്നെ ഞാനിതാ ഇനി വൈകിട്ട് ഇനി ഒരു ഇതുണ്ടാക്കുകയാണ്. നമ്മൾ പൊട്ടാറ്റോ നൂഡിൽസ് ഇട്ടാ, അത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് 3-4 ഉരുളൻകിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൂഡിൽസ് നമ്മൾ പൊട്ടാറ്റോ നൂഡിൽസ് നല്ല വൈറലായിട്ടുള്ളതാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കും, എപ്പോഴും ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല, പൊട്ടാറ്റോ അല്ലേന്ന് എഴുതിയിട്ട്. പിന്നെ അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. നൂഡിൽസിൻ്റെ ഷേപ്പിൽ നീളത്തിൽ ആക്കി എണ്ണ ഒഴിക്കണ അതുണ്ടല്ലോ, അതിൻ്റെ അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയിലൊരു ഷേപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ കുട്ടികൾക്ക് ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ വേറൊരു ടെക്സ്റ്ററാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല. ഓയിലുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കലാണ്. ഇത് ഓയിലില്ല കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പൊട്ടാറ്റോ ആണെന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാതും അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണ എന്തെങ്കിലും സ്നാക്സുകൾ ഉണ്ടാക്കുകയാണ് നല്ലത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കൽ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കും. അവർ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ, അത് കാണുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ അത് എല്ലാതും ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിൽ ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ തിളച്ചതിന് ശേഷം ഓവർ കുക്കാവരുത്, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടണം. അപ്പോൾ ഇത് നമ്മളിതിൽ കോൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മൈദയുടെ അളവ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ, അത് കാരണം കൊണ്ട് ഓവർ കുക്കാവാനൊന്നുമില്ല. പിന്നെ പൊട്ടാറ്റോ കുക്കായതാണ്. പിന്നെ ഇത് നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടാൽ, ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഐസ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിന് കോരിയിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും കൂടി കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിതാ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, 2 സ്പൂണോളം മതി. പിന്നെ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി സോസ് 1 സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണ് നമ്മൾ വിനിഗറും കൂടി സുക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗുളു ടെസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വരുന്നത് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റർ അങ്ങനെ വരട്ടെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.